ഇന്നേ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് പ്രോഗ്രാം ഒക്കെ കുറഞ്ഞ വീട്ടിൽ തന്നെ. അപ്പൊ അതിന്റെ വിഷമമാണ്. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ പ്രോഗ്രാം വേണുവിന്റെ പേരിന് ഫാൻസ് ഉണ്ടെന്നേ കുശുമ്പ് കയറിയിട്ടാണ്. ഇവർക്കൊന്നും അത് കിട്ടത്തില്ലല്ലോ. പറയാറുണ്ട്, ഫോട്ടോസിലൊക്കെ കാണുന്നുണ്ട്. അപ്പം പറയാറുണ്ട്. അപ്പൊ ഈ വയറ് നേരിട്ട് കാണാത്ത ആൾക്കാരായിരിക്കില്ല അങ്ങനെ പറയണേ. തമന്നയുടെ വയറാണോ? അത് നേരിട്ട് കാണുന്ന ഫോട്ടോ കാണുന്ന സെയിം അല്ലേ? എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുസുതി തന്നെ. രേണുസുതി അങ്ങനെ എയർപോർട്ടിലെത്തി റീലൊക്കെയാണ് ഇത് കാണുന്നത്. എയർപോർട്ടിലെത്തി കഴിഞ്ഞുള്ള റീലും കാര്യങ്ങളുമൊക്കെ ആയിട്ട് രേണുസുതി ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയട്ടെ, ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ രേണു ഇതിനു മുമ്പും ഈ എയർപോർട്ടിൽ നിന്ന് ഓരോരുത്തരും ചോദിക്കുന്നതിനുള്ള റിപ്ലൈ കൊടുത്താണ് ഈ തുടക്കങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കുള്ള തുടക്കങ്ങൾ. രേണു അല്ലാത്ത സമയത്ത് കുറേ കാര്യങ്ങൾ എഴുന്നള്ളിച്ച് വിട്ട് ഈ എയർപോർട്ടിൽ വന്നേച്ചൊരു വെളുപ്പിക്കലുണ്ട് പോകുന്നതിന് മുന്നേ. ശരിക്കും ഒരു വെളുപ്പിക്കലാണ് ആ പോകുന്നതിന് മുന്നേ ഉള്ളത്. അപ്പം രേണുവിനോട് ഇവന്മാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരുമാതിരി എനിക്കൊന്ന് എഴുതി കൊടുത്ത് ചോദിക്കുന്ന പോലെ എനിക്ക് അന്നേരം തോന്നിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടിയും രേണുവിൻ്റെ ഉണ്ട്. ഇവന്മാർ ചോദിക്കുന്ന ചോദ്യങ്ങളും കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളുമാണ്. ഓരോ കാര്യത്തിന് പുള്ളിക്കാരി വാ പോയ കോടാലി മാതിരി പല സമയത്തും പല കാര്യങ്ങളും വിളിച്ചു പറയാറുണ്ട്. ആ വിളിച്ചു പറയുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു വെളുപ്പിക്കൽ നടക്കുന്നത് ഈ എയർപോർട്ടിൽ വെച്ചാണ്. ഈ എയർപോർട്ടിൽ വെച്ച് പുള്ളിക്കാരി എല്ലാം ഒന്ന് വെളുപ്പിച്ചതിന് ശേഷമാണ് പുള്ളിക്കാരി ഇവിടെ നിന്ന് കയറി പോകുന്നത്. കാര്യം പുള്ളിക്കാരി പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ മറ്റൊരു ബോംബ് വീഴാൻ പാടില്ലല്ലോ. ഇതിപ്പോൾ അവിടോട്ടാണ് പോയേക്കുന്നത്, അവിടെ ബോംബ് വീണോണ്ടിരിക്കുന്നത്. അതിനൊക്കെ വലിയ രസമെന്ന് ചോദിച്ചാൽ ഈ കൂടെ നിൽക്കുന്ന ഇവർ പറയുന്നുണ്ട് ഇവരെല്ലാം സുഹൃത്തുക്കളാണ് എന്നെല്ലാം പറയുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു സ്ഥലത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിക്കാം എന്നല്ലേ പറഞ്ഞേ. അവന്മാർ ചോദിച്ചു ബോംബ് തലേ വന്ന് വീഴുന്നുള്ള പേടിവല്ലോ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. കാര്യം പുള്ളിക്കാരോട് യാതൊരു ആത്മാർത്ഥമല്ല, തിരിച്ച് പുള്ളിക്കാരി ഇങ്ങനെ വരണമെന്ന് പോലും താല്പര്യമില്ലാത്ത രീതിയാണ് ഇവന്മാർ സംസാരം കേട്ടാൽ. അപ്പം റീലൊക്കെ എടുത്തു കഴിഞ്ഞ് പുള്ളിക്കാരോട് ഇനി ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുന്നുണ്ട്. ഇത് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞുള്ള റീലൊക്കെ ആയിരിക്കാം. എന്നാണേലും പറയുന്ന മറുപടി ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ശരിക്കും രേണുസുതി ലൈംഗിക ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടോ മീഡിയയുടെ സൈഡിൽ നിന്ന്? അതായത് ഇതിന്റെ ഡബിൾ മീനിങ് ഞാൻ പറയട്ടെ, എനിക്ക് ഈ ഒട്ടുമിക്ക മീഡിയക്കാരും എനിക്ക് തോന്നുന്നു എന്റെ സുഹൃത്തുക്കളും ഞാൻ അങ്ങനെയാണ് അവരെ കാണുന്നത്. ഞാൻ എനിക്ക് മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്ത് അങ്ങനെ ഒരു സ്വഭാവമില്ല. പിന്നെ അത് തന്നെയല്ല, ഞാൻ അങ്ങനെ ചോദിച്ചെന്നൊന്നും ഞാൻ ഇന്നുവരെ എങ്ങും പറഞ്ഞിട്ടുമില്ല. പിന്നെ അവര് എന്താ പറയാ, എന്ത് ചോദിച്ചാലും ഞാനിത് തമാശ രീതിയിൽ എടുത്തുള്ള തമാശക്കുള്ള ഉത്തരങ്ങളെ ഞാൻ പറയാറുള്ളൂ. അല്ലാതെ സീരിയസ് ആക്കാനോ അത് വലിയ വിഷയമാക്കാനോ ഒന്നും ഞാൻ ഇന്നുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത് നിങ്ങൾ രേണുവിൻ്റെ ഡ്രസ്സ് നോക്കണേ. മാന്യമായിട്ടാണ് രേണു ഡ്രസ്സ് ഇട്ടത്. അപ്പോൾ പോകേണ്ടടുത്തോട്ടൊക്കെ പോകുമ്പം മാന്യമായിട്ട് ഇട്ടുകൊണ്ട് പോകാനറിയാം. ഈ റീലും കാര്യങ്ങളും എടുക്കുകയും ഇവർ ഈ ഓരോ ആൽബത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ വരുമ്പോഴാണ് രേണു ഏറ്റവും കൂടുതൽ ഒരുമാതിരി കയറഴിച്ചൊക്കെ അങ്ങ് വിടത്തില്ല പശുവിനെ എന്ന് പറഞ്ഞ മാതിരിയുള്ള ഇത് കാണിക്കുന്നത്. പിന്നെ ഒരുമാതിരി പിമ്പിരിയാണ് രേണുവിന്, വെപ്രാളമാണ്. എങ്ങനെ അതൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ തീർക്കണം എന്നുള്ളതാണ്. അപ്പം ഇവിടെ രേണു എത്ര ശാന്തമായിട്ടും എത്ര മര്യാദയ്ക്കും ഒക്കെയാണ് രേണു എന്ന് മറുപടി കൊടുക്കുന്നത്. ലൈംഗിക ചൊവ്വയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഇതിന് രേണു അല്ലേ ഉപയോഗിക്കുന്നത്, മീഡിയക്കാരല്ലല്ലോ ഉപയോഗിക്കുന്നത്. അവർ രേണുവിനോട് ചോദിച്ചത് ഉഴുന്നുവട കഴിക്കുമോ എന്ന് മാത്രമാണ് ചോദിച്ചത്. അതിന് തിരിച്ചു കൊടുത്ത മറുപടി ആരാണ് ലൈംഗിക ചൊവ്വയുള്ള മറുപടി കൊടുത്തത്? രേണു അല്ലേ കൊടുത്തത്. രേണു അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, പിന്നെ അങ്ങോട്ട് നിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നാ നിങ്ങൾ ഈ വീഡിയോ എടുത്തോന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നേ. അതിനകത്ത് എനിക്ക് കുറേ കമൻറ്റുകൾ ഒരു കമൻറ്റ് വന്നത് ഞാൻ ആ സബ്സ്ക്രൈബറുടെ പേര് വിട്ടുപോയി കേട്ടോ. ആൾ ചോദിച്ചായിരുന്നു വീഡിയോ എടുക്കുന്ന സമയത്ത് രേണു പറയുന്നുണ്ട് കണ്ടൻ്റ് അല്ല എന്ന്. എന്നിട്ടും അവൻ ഉടുപ്പിനകത്തോട്ട് കൊണ്ടുപോയി ക്യാമറ വെച്ച് ആ വീഡിയോ എടുത്ത് അതിരുന്നുണ്ട്. അപ്പം രേണു കണ്ടൻ്റ് എന്ന് പറയുമ്പം ആണ് ഇവന്മാർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അല്ലേ. അതിൽ ഉള്ള തെളിവല്ലേ ആ ഒരു വീഡിയോക്കകത്ത് ഇവന്മാർ തന്നെയാണ് ഇവർക്ക് പാര. ഈ റിയാക്ഷൻ വീഡിയോക്കാരോ അല്ലെങ്കിൽ ഇവർക്ക് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോ ഒന്നുമല്ല ഇവർക്ക് പാര. ഈ വീഡിയോ എടുക്കുന്നവന്മാർ തന്നെയാണ് പാര. പിന്നെ രേണു പറയുന്നു ഇവരെല്ലാം രേണുവിൻ്റെ സുഹൃത്തുക്കളാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് അങ്ങനത്തെ തോന്നിയ വർത്താനം പറയുമോ എനിക്കറിയില്ല. അല്ലേ അതുപോലെ ഇവരുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് സുഹൃത്തുക്കളായിരിക്കും. അതിനെ ഫസ്റ്റ് എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്? പിന്നെ എടുക്കാനുള്ള കാരണം കൺഫേം ആക്കാനായിട്ട് ഈ ടൈമിൽ ഞാൻ ഓർത്തില്ല, പെട്ടെന്നായതാണ്. വർക്ക് കൺഫേം ആക്കാനായിട്ട് എനിക്ക് അവരെന്നെ ആദ്യമായിട്ട് ദുബായി കൊണ്ടുപോയത് റോബി ചേട്ടൻ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ തന്നെയാണ് ഈ ചെമ്പരത്തി. അപ്പം അവർ വിളിച്ച് എനിക്ക് എത്ര ഇതാണെങ്കിലും പോയിരിക്കാൻ പറ്റത്തില്ല, നമ്മുടെ സ്വന്തമാണ്. അമ്മയ്ക്കൊക്കെ ഒരു പേടിയുണ്ടോ? ഈ ഒരു യാത്രയെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അമ്മയ്ക്കൊക്കെ പേടിയുണ്ടോ, പോകാൻ പേടിയുണ്ടോ? രേണുവിന് പോകാൻ പേടിയുണ്ടെന്നാണ്, ചുമ്മാതാണ്. രേണുവിന് പൈസ കിട്ടുമെന്ന് അറിഞ്ഞാൽ
രേണു എവറസ്റ്റിൻ്റെ മണ്ട വരെ കയറി ചെന്ന് അത് എടുത്തുകൊണ്ട് വരാൻ രേണു തയ്യാറാണ്. പൈസ കിട്ടണം. പൈസ കിട്ടിയില്ലെങ്കിൽ രേണു അതിന് എന്നെങ്കിലും മറ്റൊരു കാരണങ്ങൾ കണ്ടുപിടിക്കും. ഇപ്പം നല്ലൊരു എമൗണ്ട് പറഞ്ഞായിരിക്കും പുള്ളിക്കാരി ഇവിടുന്ന് ഇപ്പോൾ പോകുന്നത് കൊണ്ട്, അതുപോലെ തന്നെ പുള്ളിക്കാരിക്ക് പോകുന്നതിന് എന്നെ ബുദ്ധിമുട്ട് തോന്നാനായിട്ട് ടിക്കറ്റ് അവരെടുത്ത് കൊടുക്കുന്നു, മറ്റു ഒന്നിനും ഇവർ ബുദ്ധിമുട്ടുന്നില്ല. പിന്നെ ഇവർക്ക് തന്നെ ടെൻഷൻ, ഇവർ കയറി പോകുന്നു. അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫ്ലൈറ്റൊന്നും ഇങ്ങനെ പോകത്തില്ല. അവിടെ ഉള്ളവരൊക്കെ പറയുന്നുണ്ട് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അതാർക്കും വലിയ കുഴപ്പങ്ങളില്ലാതെ എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവർ ഇവിടുന്ന് നാട്ടിലെ ഇവർ അങ്ങോട്ട് പോയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവർ തിരിച്ചും കയറി വരും. അപ്പോൾ അവിടെ താമസിക്കുന്നവരുടെ അവസ്ഥയോ, അവിടെ ഫാമിലിയായിട്ട് താമസിക്കുന്നവരുടെ അവസ്ഥയോ? എന്താണ് മറുപടി പറയാനുള്ളത്? അവര് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാല് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിരിച്ച് അല്ലേ, അതല്ലേ അവര് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും ഇല്ല. ഞാൻ അതാണ് അതിനുള്ള ആൻസറാണ്. ഇപ്പൊ നിങ്ങൾ പലരും, എല്ലാരും ഒന്നുമില്ല, പലരും എന്റെ ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നവരല്ല, കാണുമ്പോൾ ആ സ്നേഹവും കാര്യങ്ങളും എന്നും അന്ന് തൊട്ട് ഇന്ന് വരെ ഉള്ളവരുണ്ട്. അപ്പം ആ ഒരു ഇതിൽ ഞാനത് നിസ്സാരമായിട്ട് കണ്ട് ചിരിച്ച് തള്ളുന്നു. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് തമാശയായിട്ട് പറയുന്നതായിട്ട് എനിക്ക് തോന്നുള്ളൂ, അല്ലാതെ അത് വലിയ പ്രോത്സാഹിപ്പിക്കുക അത് എന്ത് എനിക്കറിയില്ല. അതുപോലെ ഇപ്പം ആ ചേച്ചി ഒരു ടാറ്റു അടിച്ച് അവര് സോഷ്യൽ മീഡിയയിലൊക്കെ കാണിച്ചായിരുന്നു, അതുപോലെ ആ വീഡിയോ കാണിച്ചു. അവരുടെ ഡ്രസ്സിംഗ് ഞാൻ ഇതിനകത്തൊന്നും ഇടപെടുന്നില്ലല്ലോ, ഞാനൊന്നും പറയുന്നുമില്ല. പിന്നെ ഇവരൊക്കെ എന്തിനാണ് എന്റെ ഇതിൽ ഒരു കാര്യത്തിന് രേണുവിനോട് യോജിക്കുന്നുണ്ട്. അതിനുമ്പോൾ രേണു പറഞ്ഞൊരു കാര്യം പറയട്ടെ. അശ്ലീല ചുവയുള്ള വർത്തമാനങ്ങൾ പറയുമ്പം അത് രേണു പറയുന്ന രേണുവിനത് പ്രശ്നമില്ല. രേണുവിന് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അയക്കുമോ, നിങ്ങൾ തമ്മിൽ ചോദിക്കുവോ പറയുമോ, മീഡിയക്കാർ തമ്മിൽ എന്നാ വേണേലും അശ്ലീലമായിട്ട് എന്നാ വേണേലും കാണിക്കുവോ, അല്ലെങ്കിൽ പറയുമോ എടുക്കുമോ, എന്നാ വേണേലും ചെയ്തോ, കുഴപ്പമില്ല. അതുടനെ വീഡിയോ എടുത്ത് ഈ പബ്ലിക്കിലേക്ക് വിടുന്ന എന്താണെന്ന് മാത്രമേ നമ്മൾ ഈ റിയാക്ഷൻ ചെയ്യുന്നവർ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾ ചോദിച്ചോ, അതിന് നിങ്ങളുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് നിങ്ങൾക്ക് കിടന്ന് സംസാരിക്കാം, അതിന് ആരും ഒന്നും പറയാൻ വരുന്നില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എത്ര വേണേലും പറയാം, അതിൽ കൂടുതലോ കുറവോ എങ്ങനെ വേണേലും നിങ്ങൾ പറഞ്ഞു, അതിനൊരു പ്രശ്നമില്ല. പക്ഷേ അത് സോഷ്യൽ മീഡിയയിലോട്ട് നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും ഇട്ട് കൊടുക്കുന്നതിനകത്ത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. പിന്നെ ഇതിൽ രേണു പറഞ്ഞ ഒരു കാര്യം, അത് ഞാൻ രേണുവിനോട് യോജിക്കുന്നു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, കൈപ്പത്തി ഇല്ലാത്തവൻ ചൂണ്ടുവിരലില്ലാത്തവനെ കളിയാക്കുന്ന മാതിരിയാണ് ഈ മഞ്ജു പത്രോസ് രേണുവിനെ പറഞ്ഞപ്പം എനിക്ക് തോന്നിയത്. കാര്യം എന്നാന്ന് വെച്ചാൽ രേണു പറയുന്നത് കറക്റ്റാണ്. പണ്ടൊരു ടാറ്റു അടിച്ചതിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. നമ്മൾ ആര് പറഞ്ഞാലും ശരി ഉള്ള ഭാഗം നമ്മൾ പറയണമല്ലോ, അതല്ലേ നമ്മൾ റിയാക്ട് ചെയ്യാന്നുള്ളത്. നമ്മൾ ആരെയും പക്ഷം പിടിച്ച് പറയുന്നതല്ല കാര്യം. നമ്മൾ രേണു പറയുന്നതിന് രേണു പറയുന്ന വാക്കുകളോടൊന്നും ഞാൻ യോജിക്കുന്നതെന്നല്ല പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞൊരു കാര്യത്തിൽ മഞ്ജു പത്രോസ് ഒരു സമയത്ത് കിടന്ന് കാണിച്ചിട്ടുള്ള കോലഘട്ടങ്ങളെന്ന് പറഞ്ഞാൽ മഹാവൃത്തികേടുകളായിരുന്നു. ഞാൻ ഒത്തിരി വീഡിയോസ് ഇവർ കണ്ടിട്ടുണ്ട്. ഇവരുടെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരു ഇറക്കമില്ലാത്തൊരു മെഡിയും ഇട്ട് ഇവർ ആ സിനിയോ അങ്ങനെ കണ്ട കൂടെ ഉള്ളൊരു പുള്ളിക്കാരിയുടെ പേര് ലാസ്റ്റ് ഇവരെ പറ്റി വേണ്ടാത്ത വർത്തമാനങ്ങൾ വരെ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയായിരുന്നു. ഇവർ നല്ല ഡബിൾ മീനിങ് പറഞ്ഞായിരുന്നു ഇവർ രണ്ടുപേരും കൂടെ ഇറങ്ങിത്തിരിക്കുന്നത്. ഓരോ പരിപാടിക്കും ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര നെഗറ്റീവായിരുന്നു. ഇവരൊത്തിരി വേണ്ടാത്ത വർത്തമാനങ്ങൾ ഈ സിനി എന്ന് പറയുന്നവരും മഞ്ജു പത്രോസും കിടന്ന് കാണിച്ചിട്ടുണ്ട്. ആ ടാറ്റു അടിക്കാൻ പോകുന്നിടത്ത് തന്നെ ഇവർ പറയുന്ന പല വാക്കുകളും ഭയങ്കര വല്ലാത്തൊരു മീനിങ്ങോട് കൂടി പറയുന്നതാണ്. അതെടുത്ത് അവർ വീഡിയോ ഇടുകയും ചെയ്തു. അവർ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. മഞ്ജു പത്രോസിന് ഇഷ്ടമുള്ളത് എന്നതും കാണിക്കാം, പക്ഷേ രേണു അങ്ങനെ കാണിക്കാൻ പാടില്ല, എടുക്കാൻ പാടില്ല. അതാണ് മഞ്ജു പത്രോസ്. ഞാൻ പറഞ്ഞില്ലേ, കൈപ്പത്തി ഇല്ലാത്തവൻ ചൂണ്ടുവിരലില്ലാത്തവന് വഴക്ക് പറയുന്ന മാതിരിയാണ്, അല്ലെങ്കിൽ കളിയാക്കുന്ന മാതിരിയാണ് ഇവർ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. രേണു കാണിച്ചത് നല്ലതാന്നല്ല ഞാൻ പറയുന്നത്. മഞ്ജു പത്രോസ് പറഞ്ഞത് വെച്ചാൽ അവരും കാണിച്ചു കൂട്ടിയിട്ടുള്ള കോലങ്ങൾ അതുപോലത്തെയൊക്കെ തന്നെയാണ്. പിന്നെ ആ സമയത്ത് ഇവരെ എടുത്തു വെച്ച് അലക്കുന്നുണ്ടായിരുന്നു എല്ലാവരും. ഇവരുടെ മകൻ തന്നെ ഇവരോട് ഏതാണ്ട് ചോദിച്ചെന്ന് പറഞ്ഞു, ഇവരെന്നെ ഗേയോ അങ്ങനെ കണ്ടാണോന്നോ ഏതാണ്ട് ചോദിച്ചെന്നോ ഏതാണ്ടൊക്കെ ഇവർ ഒരിടയ്ക്ക് ഡയലോഗ് ഒക്കെ വന്നു. കാര്യം ഇവരെ സിനി എന്ന് പറഞ്ഞ് അവരുമായിട്ട് ഇങ്ങനെ ഒന്നിച്ച് നടക്കുന്നത്, ഇവരുടെ ഹസ്ബൻഡ് ഇവരെ ഉപേക്ഷിച്ച് പോവുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ രേണു അതൊരു ന്യായീകരണമല്ല ഈ പറയുന്നത്. അവരങ്ങനെ ചെയ്തു, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, അങ്ങനെ ചെയ്തു, അതിനൊന്നും കുഴപ്പമില്ലെന്നേ. നിങ്ങൾക്കൊക്കെ അത് ചെയ്യാനുള്ള അവകാശമുണ്ട്, അതൊക്കെ നിങ്ങളുടേതായ കാര്യങ്ങളുമാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിലോട്ട് കൊണ്ടുവന്നിട്ട് വിളമ്പാൻ നിൽക്കേണ്ട, മറ്റുള്ളവർക്ക് അത് കേൾക്കാതെ. കാര്യം നമ്മൾ ഫോൺ ഇപ്പം തന്നെ രേണു ഈ പോകുന്നു, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കയറിയാലും ഫേസ്ബുക്കിൽ കയറിയാലും ഇതേ ഉള്ളൂ. ഇതാണ് നമുക്ക് വെറുപ്പ് വരുന്നത്. നമ്മളൊരു കാര്യം നമ്മൾ ചിലപ്പോൾ കൂടുതലും ഫേസ്ബുക്കിലോട്ട് കയറുന്നത് നമ്മൾ വാർത്ത ടി വിക്ക് എത്ര പെട്ടെന്ന് വെച്ച് നോക്കത്തില്ല. ഫേസ്ബുക്കിലോട്ട് കയറി എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട വാർത്തകളുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഫേസ്ബുക്കിലോട്ട് കയറി നോക്കുന്നത്. അങ്ങനെ അങ്ങോട്ടൊന്ന് ഓണാക്കുമ്പോഴത്തേക്ക് മാറ്റുന്ന ഈ രേണുവിൻ്റെ രേണുവിൻ്റെ കുറേ അവിഞ്ഞ വർത്തമാനങ്ങളും ഇവന്മാരുടെ കുറേ അളിഞ്ഞ കുറേ ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ കേൾക്കുക. എന്നിട്ട് നമുക്ക് ഇവരോട് അങ്ങ് വെറുപ്പായി തുടങ്ങും. ഇപ്പം തന്നെ ഇവർ ഇത് തന്നെ നിങ്ങൾ എടുത്ത് നോക്കി തന്നെ ഇപ്പം തന്നെ ഞാൻ എത്ര ഇതിനകത്തുനിന്ന് എടുത്തേക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അതുപോലെ അവരുടെ ഓരോ കാര്യങ്ങളും എടുത്ത് ഇപ്പം നമ്മൾ റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇല്ല, നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാരും ജീവിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പൈസ വേണം. പൈസ അല്ലാതെ ഒരു രക്ഷയില്ല. ഞാനൊക്കെ 6 മാസം ആയതേ ഉള്ളൂ. ഞാൻ ഇവിടെ ഒരു സ്റ്റേജിൽ എത്തിയിട്ട് 6 മാസം, കറക്റ്റ് 6 മാസമായി.
അപ്പം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നമുക്ക് പൈസ വേണം, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ, പൈസ ഉണ്ടാക്കിയാലേ ജീവിക്കാം എന്ന് പറഞ്ഞ് കോടികൾ ഉണ്ടാക്കാൻ അങ്ങനല്ല. നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കാം. നമുക്ക് എന്താണ് അറിയാം, പൈസ വേണം, പൈസ ഉണ്ടെങ്കിലും മനുഷ്യൻ ജീവിക്കാൻ പറ്റുള്ളൂ, ഇല്ലയെന്ന് പറയുന്നില്ല. അതിന് നിങ്ങൾ തൊഴിൽ ചെയ്ത് ജീവിക്കുക. കലാകാരനാണ്, വലിയ അഭിനയമൊന്നുമല്ല അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞാലും അവരത് വലിയ കാര്യമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. ഓക്കെ, അത് അവരുടേതായ ഇഷ്ടങ്ങൾ, അതിന് കുഴപ്പമില്ല, അതിനൊന്നും ആരും ഒന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഈ അഹങ്കാരം പിടിച്ചൊരു വർത്താനുണ്ട്, നിങ്ങൾ ഓരോ തോന്നിവാസങ്ങൾ കാണിച്ചു. ഇപ്പോൾ കണ്ട ഞാൻ പറഞ്ഞില്ല, എന്ത് ശാന്തമായിട്ടും എന്ത് സൗമ്യമായിട്ടും ഒക്കെയാണ് പറഞ്ഞത്. ഈ പുള്ളിക്കാരി പഠിച്ച കള്ളി എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണ്? സൗകര്യം അനുസരിച്ച് പുള്ളിക്കാരിക്ക് നിൽക്കാൻ അറിയാം, ഏത് സിറ്റുവേഷൻ അനുസരിച്ചും അതിനനുസരിച്ച് പുള്ളിക്കാരിക്ക് പെട്ടെന്ന് മാറാൻ അറിയാം. ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞാണ് ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞ ഇവരുടെ വിചാരം ഒരു മുറിക്കകത്ത് ഞങ്ങൾ തമ്മി ഇവരുടെ മനസ്സിലുള്ള പോലത്തെ ആണെന്നാ വിചാരം. ഞാനും അക്ഷയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലെന്ന് എനിക്ക് പറയാം, അക്ഷയ്ക്ക് പറയാം. രേണുസുതിയുടെ ഒപ്പം അഭിനയിക്കാൻ പറ്റാത്തതിന്റെ വിഷമാണോ അത് ആൾക്കാർക്ക്? ഒരിക്കലും അല്ല. ഇവന്മാരൊക്കെ എന്നാ ചോദ്യമാണോ ചോദിക്കുന്നത്? രേണുസുതിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റാത്ത കുശുമ്പ് കൊണ്ടാണോ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആർക്കാണ് ഇവളോട് കുശുമ്പ്? ഇത് രേണു മാത്രം പറഞ്ഞിരുന്ന ഡയലോഗ് ഇവന്മാരിപ്പോൾ അത് പറഞ്ഞു തുടങ്ങി, രേണുസുതിയോട് അഭിനയിക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്ന്. ഈ അക്ഷയ് ഈ രേണു ഉള്ള വിഷയം നമ്മളെല്ലാവരും കണ്ടത്, നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു ഇവരവരുടെ ഫ്ലാറ്റിൽ പോയതും ആ ഫ്ലാറ്റിൽ താമസിച്ച കാര്യമൊന്നും ഇവരൊരു മീഡിയയിലൂടെ അന്ന് ഇവരിട്ടില്ലായിരുന്നു. അന്ന് ഇവരത് ഒരു മീഡിയയ്ക്കും കൊടുത്തിട്ടുമില്ലായിരുന്നു. ഇവർ പറയുന്നുണ്ടല്ലോ, ഞാൻ എവിടെ പോയാലും സ്റ്റാറ്റസ് ഇടുന്നു, ഞാൻ എവിടെ പോയാലും നിങ്ങൾ മീഡിയക്കാരോട് പറയുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും ഒരു മീഡിയയിലൂടെ പുറത്തു വന്നിട്ടില്ല. ഇവർ ഈ ഇടയ്ക്ക് വന്നൊരു മന്ദാരച്ചേൽ എന്തോന്നു, അത് കാരണം ഷാപ്പിലെ ഒരു വീഡിയോ ഇല്ല, അതിൻ്റെ പേര് മറന്നു. ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ആ ഒരു ആൽബം ചെയ്യാൻ വന്നപ്പോഴാണ് ഇവർ ഈ കോലം കെട്ടൽ മുഴുവൻ കിടന്ന് കാണിച്ച് അവനെയും കൊണ്ട് പിടിച്ച് വെളിയിൽ പോയിരിക്കുന്നു, അവനെ വിളിച്ച് വർത്താനം പറയുന്നു, അവനെയും കൊണ്ട് അവിടുന്ന് അവനിട്ടൊരു അടി കൊടുക്കുന്നു, തള്ളു കൊടുക്കുന്നു, എന്നിട്ട് ഏതാണ്ടൊക്കെ പറയുന്നു, പിന്നെ അവനെ വിളിച്ചുകൊണ്ട് ഇരുട്ടത്തോട്ട് പോകുന്നു. ഇതൊക്കെ ഇവർ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊടുത്ത കാര്യങ്ങളാണ്. ഇട്ടുകൊടുത്ത് ഇവർ അവൻ്റെ തോളെ കയറി ഇരിക്കുന്ന പോലാണ് ഇരിക്കുന്നത്. അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു, അവൻ്റെ ചെവി ചെന്ന് കാര്യം പറയുന്നു, ഇവളെ കയറി മുറുകെ വലിച്ചു പിടിക്കുന്നു, എന്നതൊക്കെയോ വൃത്തികേടുകൾ തന്നെ. ആൽബത്തിലെ അല്ല കേട്ടോ, ആൽബത്തിൻ്റെ ഔട്ട്സൈഡിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇങ്ങനെയെല്ലാം കാണിച്ച് വെച്ച് ഇവർ തന്നെയാണ് പറഞ്ഞത്, നമ്മൾ ഞാൻ ഫ്ലാറ്റിൽ എൻ്റെ സാധനങ്ങളൊക്കെ മറന്നു വെച്ചിട്ടില്ലേ, അന്ന് ഞാൻ വന്നപ്പോഴത്തേക്ക് നീ അതെല്ലാം അവിടെ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഇത് പുറത്ത് പതിയെ വന്നത്. അന്നേരം അവൻ പറഞ്ഞു, അത് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തോട്ട് പോവാ, അപ്പോൾ ഞാൻ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ ഒരുമാതിരി ഒരു ചിരി, ഈ ഡബിൾ മീനിങ് പറയുന്ന പോലെ തന്നെ ഒരുമാതിരി വല്ലാത്തൊരു ചിരി ഇവർ ചിരിക്കുന്നുണ്ട്, ഓരോന്നും പറഞ്ഞേച്ച്. അത് ഇവന്മാർ അതുപോലെ ഒപ്പിയെടുത്ത് പബ്ലിക്കിലേക്ക് വിട്ടു. അങ്ങനെയാണ് ജനങ്ങളത് ഏറ്റെടുത്ത് ഓരോന്നും പറയാൻ തുടങ്ങിയത്. റിയാക്ഷൻ വീഡിയോക്കാരും കമൻ്റ് ഇടുന്നവരും എല്ലാവരും അങ്ങനെയാണ് പറയാൻ തുടങ്ങിയത്. അതിപ്പോൾ രേണു പറയുന്നു, ഒരാണും ഒരു പെണ്ണും ഒരു റൂമിൽ നിന്നാലോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിൽ താമസിച്ചാലോ ഒന്നും ഒരു അവിഹിതവും നടക്കില്ല. കാര്യം നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ദേഹത്ത് ഒരാൾ തൊടണോ വേണ്ടിയോ എന്നുള്ളത്. പിന്നെ ഈ അക്ഷയെപ്പറ്റി സജിന ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് സജിനയ്ക്ക് അക്ഷയെ പറ്റി അങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരും അത് മൈൻഡ് ചെയ്യുന്നുമില്ല. നിങ്ങൾ തന്നെയാണ് ഇത് പൊക്കിക്കൊണ്ട് വരുന്നത്. കാറിനകത്ത് കയറിയിരിക്കുന്നു, കുനിഞ്ഞിരിക്കുന്നു, ഷൂട്ടിൻ്റെ കാര്യം ചോദിക്കാൻ പറയുന്നു. അങ്ങനൊന്നും ഞങ്ങൾ വേർക്കുന്നവരല്ല, തളരുന്ന തീയിൽ കൊഴുത്തതാണ്, അങ്ങനൊന്നും ഞങ്ങൾ തളരില്ല. എന്നൊക്കെ ഡബിൾ മീനിങ് ആണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ ഇത് പറഞ്ഞവർക്കാണോ കുഴപ്പം? നിങ്ങളാണ് പറഞ്ഞത്, ഈ അവിഹിതം ഉണ്ടാക്കിയത് നിങ്ങളാണ്, അല്ലാതെ വേറെ ആരുമല്ല. അക്ഷയ് നിങ്ങളും കൂടെ ഉണ്ടാക്കിയൊരു അവിഹിതമാണത്. അത് നെഗറ്റീവിന് വേണ്ടി തന്നെ നിങ്ങൾ ഉണ്ടാക്കിയതാണ്. മിലിറ്ററി ഓഫീസറുമായിട്ട് പ്രണയത്തിലൊന്നുമല്ല. അങ്ങനെ ഒരാളുണ്ട്, എൻ്റെ ഫാനാണ്. ഫാനെന്ന് പറഞ്ഞപ്പോൾ ഇവളായ എന്താണെന്ന് അതൊന്നും എനിക്കറിയത്തില്ല. ആളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്, വല്ലപ്പോഴും ആണ് മെസ്സേജ് പോലും ആയിട്ട്. എന്താ മിലിറ്ററിക്കാരനെ പറ്റി പറഞ്ഞു, ഫാന വിശറി പെണ്ണുപിള്ള നടന്ന്. നിങ്ങളിങ്ങനെ ഓരോന്നും പറയും. നിങ്ങൾ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇവർ പറയുന്ന വൃത്തികേടുകളെല്ലാം വെളുപ്പിക്കുന്നത് ഇവർ എയർപോർട്ടിൽ വന്നതിന് ശേഷമാണ്. ഈ എയർപോർട്ടിൽ വന്നതിന് ശേഷമാണ് ഇവരതെല്ലാം വെളുപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇവരുടെ ഓരോ വീഡിയോസ് എടുത്ത് വെച്ച് നോക്കൂ. ഇവർ ചെയ്തിട്ടുള്ള ഈ എയർപോർട്ടിൽ വെച്ച് എടുത്തിട്ടുള്ള എല്ലാ വീഡിയോസുകളും നിങ്ങൾ എടുത്ത് നോക്കൂ. ഇവരൊരു വെളുപ്പിക്കലുണ്ട്. എനിക്കറിയാൻ മേല, എയർപോർട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇത്ര മണിക്കൂറിനുള്ള അതിനകത്ത് കയറുമെന്നൊക്കെ ഉണ്ട്. പുള്ളിക്കാരിക്ക് മാത്രം കയറണ്ട. ഈ ന്യായീകരണങ്ങൾ കൊണ്ട് ഇവിടെ നിന്ന് ആ വെളുപ്പിക്കലും കൊണ്ട് അങ്ങ് നിൽക്കാൻ പരിപാടിയാണ്. അതിന് കുറേ ക്വസ്റ്റ്യങ്ങൾ എഴുതി ഒരുത്തനെ പൈസ കൊടുത്ത് കൂടെ നിർത്തിയിട്ടുണ്ടോ, ക്വസ്റ്റ്യൻ എഴുതി കൈ കൊടുത്തേക്ക്, അവനാണ് ഈ ചോദിക്കുന്നത്. അപ്പം ഈ മിലിറ്ററിക്കാരൻ്റെ കാര്യവും ഇവർ തന്നെയാണ് എടുത്തിട്ടത്, ഇവർ തന്നെയാണ് അതും എടുത്തിട്ടത്. കാര്യം ഇവരെ ആരാധിക്കുന്ന ഒരാൾ മിലിറ്ററിക്കാരനുണ്ടെന്നുള്ളത് പുറത്തുള്ളവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? എനിക്കൊരു ഫ്രണ്ട് ഇപ്പോൾ ഉണ്ട്, ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാലും എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ആർക്കും അറിയാൻ പറ്റത്തില്ല. ഞാൻ വന്ന ചില സമയം ഓരോരുത്തരുടെ പേരെടുത്ത് പറയുക, എനിക്ക് അവിടെ ഒരു ഫ്രണ്ടുണ്ട്, എനിക്ക് ഇവിടെ ഒരു ഫ്രണ്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞേച്ച്, അല്ലെങ്കിൽ വീഡിയോയ്ക്ക് എത്ര ഫോണിന് എത്ര നിങ്ങൾക്ക് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കോലങ്ങൾ കാണിച്ചാലേ നിങ്ങൾ അറിയുള്ളൂ.
ഇവർ തന്നെ പറഞ്ഞ കാര്യമാണ്, ഇവർക്കൊരു കാമുകനുണ്ട്, മിലിറ്ററിക്കാരനാണ്, മറ്റതാണ് മറിച്ചെന്ന്. അത് കഴിഞ്ഞ് അത് വിഷയമാകും എന്ന് കരുതിയപ്പോഴത്തേക്ക് അതിപ്പോൾ ഇങ്ങനെ ഒരു ആരാധകരനായി മാറി. ആരാധകരൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആർക്കും ചോദിക്കാൻ പറ്റത്തില്ലല്ലോ ഈ ആരാധകൻ്റെ പേരെന്നാന്നോ, ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അവർ ചാറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് അവസാനം കൊണ്ടൊരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്, വല്ലപ്പോഴും ഞങ്ങൾ മെസ്സേജ് അയക്കുന്നു. ഇങ്ങനെ ഒരു മിലിറ്ററിക്കാരനും ഇല്ല, ഇവർ മെസ്സേജും അയക്കുന്നില്ല, ഒന്നുമില്ല. അതാണ് ഇവരെ നുണച്ചി എന്ന് വിളിക്കാനുള്ള കാര്യം. ഞാൻ ഇതുപോലെ നുണ പറയുന്ന 2 വ്യക്തികളെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഒന്ന് ഈ രേണുസുതി, ഒന്ന് നമ്മുടെ എന്നാ ജാസി, അവനുമാണ് ഇതുപോലെ നുണ പറയുന്നതും കേട്ടിട്ടുള്ളത്. ജാസിം ഇവള് മാത്രമേ ഉള്ളൂ ഈ നട്ട കുരുക്കാത്ത നുണ പറയുകയും ചെയ്യും. അത് കഴിഞ്ഞേച്ച് ഒരു ഉളുപ്പും ഇല്ലാതെ അതിനുള്ള ന്യായീകരണം കൊണ്ട് വരും, ഒരു ശക്കലം പോലും ഉളുപ്പില്ലാതെ. ഇവരൊക്കെ ഒരു ടീമാണ്, ഒരു ഗ്യാങ്ങാണ്. ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആൽബത്തിൽ ഇതെല്ലാം ഉണ്ട്. ആ പമ്പ എന്ന് പറഞ്ഞ ആ കേസ് കെട്ടും ഒക്കെ ഉണ്ട് അതിനകത്ത്. സിൽക്ക് സ്മിതയുടെ ഒക്കെ അഭിനയിക്കുമ്പോഴാണ് എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കിയത്. ഇത് അതിനേക്കാൾ മോശമാണ് അവർ അഭിനയം, ഈ പമ്പ എന്ന് പറയുന്നവർ അഭിനയം. ഒരു ഫ്ലാറ്റിൽ എന്ന് പറഞ്ഞാണ് അവൾ ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞ ഇവരുടെ വിചാരം ഒരു മുറിക്കകത്ത് ഞങ്ങൾ തമ്മിൽ ഇവരുടെ മനസ്സിലുള്ള പോലത്തെയാണെന്നാ വിചാരം. ഞാനും അക്ഷയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലെന്ന് എനിക്ക് പറയാം, അക്ഷയ്ക്ക് പറയാം, ഞങ്ങൾക്കറിയാം. ആണും പെണ്ണും ഇങ്ങനെ ഒരുമിച്ചാവുമ്പോ വേറെ രീതിയിൽ കാണുന്ന ഒരു ഇപ്പോഴത്തെ കാലത്ത് പെട്ടെന്നല്ല എല്ലാം. ഇപ്പൊ ആണും പെണ്ണും എല്ലാവരുടെ ചിന്ത അതാണ്. അന്നേരം വേറെ സംഭവമാണ് അവിടെ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് അതാണ്. അങ്ങനത്തെ ഒരു സംഭവം ഞാനും അവനും തമ്മിൽ ലൈഫിലില്ലെന്ന്, ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ ഇതിനകത്ത് എന്താണ് പറയാനുള്ളത്? അവർ പറയാനുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തൊക്കെ ഞാൻ ആരോട് അഭിനയിച്ചാൽ അതാണല്ലോ കേൾക്കുന്നത്. ദാസേട്ടന്റെ കൂടെ ആണെങ്കിൽ അത്, പ്രതീഷിന്റെ കൂടെ ഇങ്ങനെ, ഇനി അടുത്ത ആൾ വരുമ്പോൾ അങ്ങനെ. ഇവർ ആരുടെ കൂടെ അഭിനയിച്ചാലും ഇതാണല്ലോ കേൾക്കുന്നതെന്ന് പറഞ്ഞു. ആരുടെ കൂടെ അഭിനയിച്ചാലും ഇവരങ്ങ് അഴിഞ്ഞാട്ടമാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ കേൾക്കുന്നത്. ഇവരാദ്യം പ്രജേഷിൻ്റെ കൂടെ അഭിനയിച്ചായിരുന്നല്ലോ, ഒന്നും കേട്ടില്ലായിരുന്നല്ലോ. എന്നായിരുന്നു ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര്, നല്ലൊരു പാട്ടുമൊക്കെ. പ്രജീഷ് ആദ്യമായിട്ട് ഇവരുടെ കൂടെ അഭിനയിക്കുകയാണ്. അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞു. പ്രജീഷിൻ്റെ വഴിക്ക് പോയിരുന്നു, രേണുവിൻ്റെ വഴിക്കും പോയിരുന്നു. യാതൊരു നെഗറ്റീവ് അതിനകത്ത് ഇല്ലായിരുന്നു. അന്ന് പ്രജീഷിനോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, പ്രജീഷ് വിവാഹിതനാണോ എന്ന് ചോദിക്കാൻ പ്രജീഷ് പറയുന്നു അതെ എന്നൊക്കെ പറയുന്നു. അപ്പോൾ രേണു പറയുന്നുണ്ട് എന്നെക്കാൾ ഒരുപാട് ഇളയതാണ് എന്നൊക്കെ പറഞ്ഞു. എത്ര മാന്യമായിട്ട് അവൻ്റെ തോളെ കയറി അല്ലായിരുന്നല്ലോ നടക്കുന്നത്. രേണു അഭിനയിക്കാൻ മാത്രമുള്ള ഇവർ ടച്ച് ചെയ്യുന്ന പോലും കാണിക്കുന്നത്, അല്ലാതെ ഇവർ ഒന്നിച്ചൊന്നും ഇരിക്കുന്ന പോലും കാണിക്കുന്നില്ല. ആ ഒരു വീഡിയോ അങ്ങോട്ട് ഇറങ്ങി, അത് നല്ല ഹിറ്റായി. അത് നല്ലപോലെ ഹിറ്റായിട്ട് നല്ലപോലെ അത് പെട്ടെന്ന് ഇതായി കയറിപ്പോവുകയും ചെയ്തു. നല്ലൊരു ഇതുമായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഇവർക്ക് സൈഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സൈഡ് വെച്ചാൽ അന്നേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നില്ല, പക്ഷേ ആരെങ്കിലും ഇവർക്ക് നെഗറ്റീവായിട്ട് എഴുതിടുമ്പോൾ ഞാൻ ഇവർക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കുമായിരുന്നു. അവരെ എന്നത്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ അന്ന് ഇവരുടെ ഷേപ്പ് പറഞ്ഞായിരുന്നു എല്ലാവരും ഇവരെ കളിയായിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഇവർ അവിടുന്ന് ആ ഒരു ഇത് കഴിഞ്ഞ് തന്നെയല്ല ഇവർ ഷേപ്പ് പറഞ്ഞ് കളിയാക്കുന്നതിൻ്റെ കൂടുതലും കാരണം ആ ചാന്തുപൊട്ടം എന്ന് പറഞ്ഞ ആ ഒരു പാട്ട്, ആ സിനിമയിലെ ആ ഒരു പാട്ട് ദാസേട്ടനോട് ഇവർ ചെയ്ത് ഇവർക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് ഇവരെ അങ്ങ് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അന്ന് പ്രജീഷിന് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളതായിരുന്നു. പ്രജീഷ് പോസിറ്റീവായിട്ട് ഹൈപ്പി വന്നേച്ച് ലാസ്റ്റ് നെഗറ്റീവായിട്ട് ഹൈപ്പി പോയ ഒരു വ്യക്തിയാണ് ഈ പ്രജീഷ്. ഈ രേണുവിൻ്റെ കൂടെ അഭിനയിച്ചത് കൊണ്ട് അങ്ങനെ വന്നൊരു വ്യക്തിയാണ്, അങ്ങനെ ഒരു പ്രശ്നമുള്ള വ്യക്തിയാണ് പ്രജീഷ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇതിനകത്തൊക്കെ ഇവർ അന്ന് ആരും പ്രജീഷിന് ഇവരെയും ചേർത്ത് ഒരു വേണ്ടാതിനും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്ക് പ്രജീഷ് രേണുവിൻ്റെ പുറകെ ഉണ്ട്. രേണുവിനോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പ്രജീഷാണ് അതിന് മറുപടി കൊടുക്കുന്നത്. രണ്ടുപേരും ഷൂട്ടില്ലാത്ത സമയത്ത് കൈ കോർത്ത് പിടിച്ച് നടക്കുക, ഇറുക പിടിച്ച് നടക്കുക, എന്നതൊക്കെയാണോ കാണിക്കുന്നതെന്നറിയാമോ? പ്രജീഷ് കേൾക്കാൻ കൊള്ളുകയില്ലാത്ത അത്രയും പ്രജീഷ് കേട്ടത് അങ്ങനെയാണ്. നമ്മൾ അവർ തൊഴിലിന് പോവുക, നമ്മുടെ കാര്യം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരും, ആരും ഒന്നും പറയാൻ വരത്തില്ല. അതിനിപ്പം അക്ഷയെപ്പറ്റി നിങ്ങൾ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. നിങ്ങൾ കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. കാര്യം അത്രയ്ക്ക് തോന്നിവാസങ്ങളാണ് അക്ഷയും ഈ രേണുവും കിടന്ന് കാണിച്ചു കൂട്ടിയത്. അതുകൊണ്ട് മാത്രമാണ് നെഗറ്റീവ് കേട്ടത്, ഇല്ല കേൾക്കലായിരുന്നു. ദാസേട്ടനുമായിട്ട് നെഗറ്റീവ് കേട്ടത് ആ മന്ദാരച്ചാലെന്ന് പറയുന്നതിനകത്ത് മാന്യമായിട്ട് പോയൊരു വീഡിയോയായിരുന്നു. അതിനകത്ത് ഇല്ലാത്തൊരു സീൻ കൊണ്ടുവന്ന്, ഒരു ബെഡ്റൂം സീൻ കൊണ്ടുവന്ന്, അതാണ് ദാസേട്ടനും വൃത്തിയോട് കേൾക്കാൻ ഉള്ള ഒരവസരം വീണ്ടും വന്നത്. പിന്നെ ആ ഷാപ്പിലുള്ള സീനും കാര്യങ്ങളും ഒക്കെ രേണു പറയുന്നത് കേട്ടത്തൊന്നും ഇവരൊന്നും ചെയ്തിട്ടില്ല. ചുമ്മാ ആൾക്കാർ ഇവരെങ്ങ് കുറ്റം പറയുവാന്ന്. രേണുസുതിക്ക് ഇപ്പൊ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ മെനു കാർഡ് നോക്കാതെ ഫുഡ് ഓർഡർ ചെയ്യാനുള്ള കപ്പാസിറ്റി ആയോ? ഒരു നാരങ്ങളുള്ള 2 പപ്സിനും എന്തിനാ മെനു കാർഡ് നോക്കുന്നത്? അതിന്റെ 2 പപ്സ് ഒരാൾ എന്റെ കൂടെ ഉള്ള ഏതെങ്കിലും ഒരാൾക്ക് കൊടുക്കാമല്ലോ. അത് അടിപൊളി ഡയലോഗാണ് അവസാനം അങ്ങനെ ചോദിച്ചത്. രേണുസുതി ഹോട്ടലിൽ ചെന്നാൽ ഇനിയിപ്പോൾ മെനു കാർഡ് നോക്കി മെനു കാർഡ് നോക്കാതെ ഒരു ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുമോന്ന്. നമുക്കൊരു മെനു കാർഡ് തരുന്ന എന്നതിനാണ് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് അതിനകത്തുണ്ടോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ അതിൻ്റെ വിലയും നോക്കും, എങ്ങനെയാണ് ഇതിൻ്റെ വിലയും കൂടെ വരുന്നത് എന്ന് നോക്കും. അങ്ങനെയാണ് എടുക്കുന്നത്. രേണുവിന് അത്രയ്ക്ക് ദാരിദ്ര്യമില്ല. നിങ്ങൾ ആരും ഇനി രേണുവിൻ്റെ ദാരിദ്ര്യം കേട്ട് വിശ്വസിക്കരുത്.
കാര്യം രേണുവിൻ്റെ ഈ ബോഡി പാച്ച് വർക്ക് ചെയ്യാനായിട്ട് ലക്ഷങ്ങളാണ് പുള്ളിക്കാരി മുടക്കുന്നത്. ആ ലക്ഷങ്ങൾ മുടക്കുന്ന പുള്ളിക്കാരിക്ക് ഒരു നേരത്തെ ആഹാരം മേടിച്ച് തിന്നാൻ എന്നെ നിവൃത്തിയില്ലേ? 2 പബ്സും ഒരു നാരങ്ങ വെള്ളം കുടിക്കുന്നതിന് എന്നതിനാണ് മെനു കാർഡ് നോക്കുന്നത്. അന്നേരം തന്നെ അവർ ചോദിച്ചു 2 പബ്സ് എന്നതിനാന്ന്. ഒരു പബ്സ് തന്നെ പുള്ളിക്കാരി ഒന്ന് ചവച്ചിറക്കി വരണമെങ്കിൽ ഒരു 2 മാസം എടുക്കും. ആ മുന്നിലത്തെ പല്ല് വെച്ച് മാത്രം വേണ്ടി ഇത് ചവച്ചിറക്കി വേണം. എനിക്കൊന്ന് പബ്സൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ. കാര്യം നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ല, പല്ലില്ലാത്തതുകൊണ്ടാണ്. കൊച്ചു പിള്ളേർ കഴിക്കുന്ന പോലെ എന്നിലൊരു ബിസ്ക്കറ്റോ ഒക്കെയാണ് പുള്ളിക്കാരി കഴിക്കുന്നത്. അതിന് മാത്രം പൈസ ആകരുന്ന് എപ്പോഴും പറയാറുണ്ട്. പിന്നെ ബാക്കി മൊത്തം പുള്ളിക്കാരി ഈ ബോഡിക്കാണ് ചിലവാക്കുന്നത്. ലക്ഷങ്ങളാണ് ചിലവാക്കുന്നത്. ഓരോ സ്കിന്നിന്, ഹെയറിന്, പിന്നെ പല്ലിന് തന്നെ ഒരു 4 ലക്ഷം രൂപയ്ക്ക് മേളിലാവുമെന്ന് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ദാരിദ്ര്യം പ്രശ്നമൊന്നും ആരും കേട്ട് സഹതപിക്കേണ്ട കാര്യമേ ഇല്ല. ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തു എന്ന് പറഞ്ഞ സ്റ്റേറ്റസ് ഒക്കെ ഉണ്ടായിരുന്നു. മാനസികമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ മനസ്സല്ലേ, അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ഇടും ചേട്ടാ. നമ്മളിപ്പോ എപ്പോഴും ഇപ്പൊ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ലോ നമുക്ക്. അങ്ങനെ ഇട്ടപ്പോ നമ്മൾ മനുഷ്യരാണല്ലോ. അങ്ങനെ ഇട്ടപ്പോ ആൾക്കാർ വന്നു മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഒരുപാട് പേര് നമ്പർ തന്നു. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു. ഒരുപാട് പേര്, കുറെ പേര് വാട്സപ്പ് നമ്പറൊക്കെ തന്നു. അപ്പം ഞാൻ ചിരിച്ച് തള്ളി. ഒറ്റയ്ക്ക് ജീവിക്കാൻ മടുത്തു, ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വായോ എനിക്കൊരു കൂട്ടുതായോ എന്നും പറഞ്ഞ് വിളിച്ച് വരുത്തി വെച്ച് ആൾക്കാർ ചെന്നപ്പോഴത്തേക്ക് ചിരിച്ച് തള്ളിയെന്ന്. എന്നാ സംഭവം പുള്ളിക്കാർ ഇതൊക്കെ ഒരു വലിയ ഭയങ്കര ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് അങ്ങ് ആരാധകർ വന്നു, വിവാഹം കഴിക്കാൻ എനിക്ക് ആൾക്കാർ ഓടി വന്നു. ഒരു സത്യം ഞാൻ പറയുക, ഇവരെ ആര് വിവാഹം കഴിച്ചാലും അവർ കിടന്ന് വട്ടം തെയ്യത്തേ ഉള്ളൂ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇവർക്ക് ഭയങ്കര അഹങ്കാരമുള്ളൊരു വ്യക്തിയാണ്. ഇവരുടെ അഹങ്കാരങ്ങൾ മൊത്തമാണ് ഇവർ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. സെലിബ്രിറ്റികൾ അല്ലാത്തവരും ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നില്ല, അവർ പൈസ ഉണ്ടാക്കുന്നില്ലേ? അതിനിപ്പം ഞാൻ ഇത് എടുത്തപ്പോഴാണ് ഇത് ഇത്ര വലിയ പ്രശ്നമായതും വലിയ വിവാദമായതും. ഒരുപാട് പേര് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ലേ? അവരുടെ ഒന്നും ഒരു ഫോട്ടോസ് ലീക്ക് ആകുന്നില്ല, ഒരു പ്രശ്നം. ഇതിനകത്ത് ഞാൻ എന്താ പറയാൻ, ഇതിനകത്തൊന്നും പറയണ്ട. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ രേണുവിൻ്റെ ശരിക്കും മനസ്സിലുള്ള ഒരു ഇരിപ്പ്. പുള്ളിക്കാരി വലിയ സെലിബ്രിറ്റി ആണെന്നും പറഞ്ഞിട്ടായിരുന്നു ഇത്രയും നാളും പറഞ്ഞിട്ടിരുന്നത്. അല്ല, എല്ലാവരും എടുക്കുന്നില്ലേ, അഹാനി എടുത്തില്ലേ, മറ്റെടുത്ത് മറിച്ചെടുത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള ഇരുന്നായിരുന്നു, എല്ലാവർക്കും ഇല്ലേ, അതുപോലെ ഞാനും എടുക്കുന്നു എന്നും പറഞ്ഞിട്ടായിരുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം പറഞ്ഞു കേട്ടോ, ഇങ്ങനെയൊന്നും അല്ലാത്തവരും ഇത് എടുക്കുന്നില്ലേ, അവരും പൈസ ഉണ്ടാക്കുന്നില്ലേ, പിന്നെ ഞാൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്നാണ് പ്രശ്നം? എനിക്ക് പ്രശ്നമില്ല കേട്ടോ, ഉള്ള സത്യം ഞാൻ പറയാം. എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. ഞാൻ അതിനകത്തോട്ട് കയറി നോക്കാനോ അല്ലെങ്കിൽ ഇവർ ഒറ്റ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തു. കാര്യം എന്നു വെച്ചാൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ മനുഷ്യരുണ്ട്. ഇവർ അതിനകത്ത് കാണിക്കുന്ന വൃത്തികേടുകൾ ഇതൊക്കെയാണ് എന്ന് പറയട്ടെ. പിന്നെ ഇവരിട്ട ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്ത് റിയാക്ട് ചെയ്യാനോ ഒന്നും പോയില്ല. കാര്യം അതിനകത്തല്ലേ ആരും പോയി അതിനകത്ത് കയറി കൊടുത്താലല്ലേ പണി കിട്ടുകയുള്ളൂ. അത് വേറെ ഈ വൃത്തിയായിട്ട് കാണാൻ പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. അത് ഇപ്പോൾ പുള്ളിക്കാരുടെ മനസ്സിലിപ്പോൾ മനസ്സിലായല്ലോ. അതിലേ ശരിക്കും മനസ്സിലാക്കി അതിലൊക്കെ പേരിലാണ് ഇവർ കേസ് കൊടുത്തേക്കുന്നതൊക്കെ. കേസ് കൊടുക്കാൻ പോകുന്നത് ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ കൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. കാര്യം പുള്ളിക്കാർക്ക് ഈ എടുത്തിയാട്ടം മാത്രമേ ഉള്ളൂ. കേസ് കൊടുക്കലൊക്കെ ഒരു പ്രാവശ്യം അതിന് കൊണ്ട് കേസ് കൊടുത്തിട്ട് അത് നാണം കെട്ടിറങ്ങി പോകുന്നതാണ് ഇവർ. അതുകൊണ്ട് അവരുടെ കയ്യിലൊക്കെ തെളിവുകളാണുള്ളത്. പിന്നെ രേണു അതിനെ ചുമ്മാ കിടന്ന് ചീത്ത വിളിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ തെളിവ് സഹിതം പുറത്തോട്ട് കൊണ്ടുവരും. പിന്നെ അതെല്ലാം റിയാക്ഷൻ മീഡിയക്കാർക്കും എടുത്തു വെച്ചിട്ട് അങ്ങ് മേയാനുള്ളൊരു കണ്ടന്റ് ആകും. സബ്സ്ക്രിപ്ഷൻ എടുത്താൽ പെണ്ണുങ്ങളുണ്ടാവും. ഒറിജിനൽ അടിയിൽ പെണ്ണുങ്ങളുണ്ട്. ഈ സബ്സ്ക്രിപ്ഷന്റെ ഇപ്പത്തെ എമൗണ്ട് എത്രയാ? 199. കൂട്ടാൻ പ്ലാൻ ഉണ്ടോ? എത്രയാവും? പുള്ളിക്കാരിക്ക് ഈ സംഭവം എന്നാന്നറിയത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ എന്നാന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചുമ്മാ തുടങ്ങിയതാണ് എന്നാണ് ചിലയിടത്ത് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞു കേട്ടോ, അതിൻ്റെ പൈസ ഒന്ന് കയ്യിലോട്ട് വരട്ടെ, ഇനി അത് എത്ര വെച്ച് കൂട്ടണമെന്നുള്ളത് ആലോചിക്കട്ടെ എന്ന്. ഇതാണ് ഇവരുടെ വായും തന്നെ സത്യങ്ങൾ ചിലപ്പോൾ പുറത്തു വരും. ചിലപ്പോൾ ഇവർ ആലോചിച്ച് കള്ളങ്ങൾ പറയും, പക്ഷെ ഇവർ ആലോചിക്കാതെ സത്യങ്ങൾ പുറത്തും വരും. എന്നിട്ട് പുള്ളിക്കാർ പറയുന്നത് എന്നാ, പുള്ളിക്കാരുടെ മനസ്സിലൊന്നും ഇരിക്കുകയില്ല, എല്ലാം തുറന്ന പുസ്തകങ്ങളാണ്, അറിയാതെ വരുന്ന സത്യങ്ങളാണ്. ബാക്കി മുഴുവൻ ഇവർ ആലോചിച്ചെടുത്ത് പറഞ്ഞ മുഴുവൻ നുണകളാണ്. പൈസ വേണം, പൈസ ഇല്ലാതെ ഒരു രക്ഷയില്ല. ഞാനൊക്കെ 6 മാസം ആയതേ ഉള്ളൂ. ഞാൻ ഇവിടെ ഒരു സ്റ്റേജിലെത്തിയിട്ട് 6 മാസം, കറക്റ്റ് 6 മാസമായി. അപ്പം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നമുക്ക് പൈസ വേണം, പൈസ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ, പൈസ ഉണ്ടാക്കിയാലേ ചെയ്യാം എന്ന് പറഞ്ഞ് കോടികൾ ഉണ്ടാക്കാൻ അങ്ങനെയല്ല. നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കാം. നമുക്ക് എന്താണ് അറിയുന്നത്, നമ്മൾ കലാപരമായിട്ട്. ഞാൻ ചോദിക്കട്ടെ, സെലിബ്രിറ്റികൾ അല്ലാത്തവരും ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നില്ല, അവർ പൈസ ഉണ്ടാക്കുന്നില്ലേ? അതിനിപ്പം ഞാൻ ഇത് എടുത്തപ്പോഴാണ് ഇത് ഇത്ര വലിയ പ്രശ്നമായതും വലിയ വിവാദമായതും. ഒരുപാട് പേര് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ലേ? അവരുടെ ഒന്നും ഒരു ഫോട്ടോസ് ലീക്ക് ആകുന്നുമില്ല, ഒരു പ്രശ്നം. ഇത്
ഇതിനകത്ത് ഞാൻ അവരുടെ ഒന്നും ഫോട്ടോസൊക്കെ ലീക്ക് ആകാത്തതിൻ്റെ കാര്യം എന്നത് രേണുവിന് അറിയാമോ? അവരാരും ഇങ്ങനെ ഭാവിച്ച് നടക്കുന്നില്ല. അവരാരും ഇങ്ങനെ രേണു ആദ്യമേ തന്നെ വലിയൊരു പബ്ലിസിറ്റി കൊടുത്തു. കാര്യം ഒന്നാമത് രേണു നെഗറ്റീവാണ്. രേണു പറയുന്നതെന്ന് വെച്ചാൽ ഇത്രയും രേണുവിന് വരുന്നതെന്ന് വെച്ചാൽ രേണു പറയുന്നത് ഞാൻ ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ. ഇതും പറഞ്ഞു വെച്ചാൽ രേണുവിൻ്റെ തോന്നിവാസങ്ങളാണ് രേണു കാണിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ഞാൻ വിധവകൾക്ക് വേണ്ടിയുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് രേണു നടക്കുന്നത്. ഞാനൊരു വിധവയാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് നടക്കുന്ന രേണു ഒരു സൈഡിൽ കൂടെ തോന്നിവാസങ്ങൾ മൊത്തം കാണിച്ചത്. ഒരു വിധവ കാണിക്കുന്ന ഒരു കാര്യങ്ങളും അല്ല കാണിക്കുന്നത്. വിധവ എന്ന് പറഞ്ഞു ഒരു മൂലയ്ക്ക് കയറി ഇരിക്കണമെന്നല്ല, അവർക്ക് ജോലി ചെയ്യാം, എല്ലാ സാധനമുണ്ട്. പക്ഷേ ആ തോളെ കയറി നടക്കുകയും വാരിക്കൊടുക്കലും ഇതൊക്കെ കാണുമ്പോഴാണ് ആൾക്കാർ ഓരോന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളാണ്, അതുകൊണ്ടാണ് കൂടുതലും എതിർക്കുന്നത്. ഇവരൊക്കെ എന്തിനാണ് എന്റെ കാര്യത്തിൽ ഇടപെടുന്നത് എനിക്കറിയില്ല. എല്ലാവരും ഇപ്പം ഈ പറഞ്ഞ എല്ലാ സെലിബ്രിറ്റികളും അവരവരുടെ കാര്യങ്ങൾ ഇഷ്ടത്തിന് ചെയ്യുന്നില്ല. ഇപ്പൊ രേണുസുതി ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ പ്രശ്നം. അതിപ്പം എനിക്കറിയില്ല അതെന്താണ്. ഇപ്പൊ എല്ലാവരും ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ ഫുള്ള് തെറിക്കമല്ലാണ്. അതെന്താണ്, എന്തുകൊണ്ടാണ്, ഞാൻ ആർക്ക് എന്താണ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമുക്കാരെ തിരുത്താൻ പറ്റത്തില്ല. തന്നെ ചില സമയത്ത് പറയുന്നുണ്ട് ഞാൻ ഒന്നുമല്ല, ഞാൻ ഒരു സാധാരണക്കാരിയാണ്. ഇപ്പൊ പറയുന്നത് കേട്ടോ, എല്ലാ സെലിബ്രിറ്റികളും ചെയ്യുന്നുണ്ട്, ഞാനും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെയാണ് പുള്ളിക്കാരി കമ്പയർ ചെയ്യുന്നത്. എന്നിട്ട് പറയും ഞാൻ സാധാരണക്കാരിയാണ്, ഞാനൊരു പാവമാണ്, ഞാൻ മറിച്ചതാണ്. തെരുവിളി കേൾക്കുന്നത് നിങ്ങളുടെ വായിലെ നാക്കുകൊണ്ടാണ്. ഇവരെ ഏറ്റവും കൂടുതൽ വെറുത്തു പോയത് ആ വീടിൻ്റെ വിഷയമാണ്, ആ സ്ഥലത്തിൻ്റെ വിഷയമാണ്. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെറുത്തു പോയത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഇവരെ കുറേ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ എവിടെ ഇവരൊക്കെ ഒന്നും അറിയത്തില്ല കേട്ടോ. ഇതെല്ലാം വീണ്ടും പുള്ളിക്കാരി സഹതാപം പിടിച്ചു പറ്റാനുള്ള ഡയലോഗ് കൊണ്ട് എടുക്കാം. പക്ഷേ ഈ കാണുന്നൊന്നും അല്ല ഇവരെന്നാന്നുള്ളത് ഇവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ആ ഒരു ആൽബത്തിൻ്റെ സമയത്തൊക്കെ ഇവർ കാണിച്ചു തന്നാണ് ഇവരെന്നതാന്നുള്ളത്. അതാണ് ഇവരുടെ ശരിക്കുള്ള ക്യാരക്ടർ എന്നുള്ളത്. ഇതൊക്കെ ഇവരുടെ അഭിനയമാണ്. ഒരു ട്രോള് കണ്ടായിരുന്നു തമന്നേന്റെ വയറാണെന്ന് പറഞ്ഞിട്ട്. എന്റെ ദൈവമേ, ഇനി അത് മതി. അങ്ങനെ ആര് പറഞ്ഞായിരുന്നു? പറയാറുണ്ട്, ഫോട്ടോസിലൊക്കെ കാണുന്നുണ്ടല്ലോ, അപ്പം പറയാറുണ്ട് തമന്നേന്റെ വയറായിരുന്നു. അപ്പൊ ഈ വയറ് നേരിട്ട് കാണാത്ത ആൾക്കാരായിരിക്കില്ല അങ്ങനെ പറയണേ. തമന്നയുടെ വയറാണോ? അത് നേരിട്ട് കാണുന്ന ഫോട്ടോ കാണുന്ന സെയിം അല്ലേ? ഒന്നും അതിനകത്ത് എന്താ പറയാ, വയറിനകത്ത് എന്തായാലും വെച്ച് കെട്ടി ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. ഉള്ള വയറല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇതെന്നാ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ആരെങ്കിലും പറഞ്ഞു കാണും. ഒന്നെങ്കിൽ ഇവരോട് ഈ മാതിരി വൃത്തിയായിട്ട് വർത്താനം ആരും പറഞ്ഞു കാണും. ഫോട്ടോയിൽ കാണുന്ന പോലാണോ വയറ് എന്ന് എന്തെങ്കിലും ചോദിച്ചു കാണും. അത്രയും ഭംഗിയുണ്ടോ എന്നൊക്കെ ചോദിച്ചു കാണും. അതാണ് ഇപ്പോൾ കൊടുത്ത ആൻസർ. ഇതാണ് രേണു നമ്മുടെ സ്വന്തം ബോഡിയെ പറ്റി എനിക്കറിയാൻ മേല. തലയ്ക്ക് വെളിവുള്ള ഒരു പെണ്ണും ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുകയില്ല. അങ്ങേയറ്റം ഈ പറയുന്ന തമന്ന പോലും ഇങ്ങനെ പറഞ്ഞ് നടക്കുകയില്ല. അവരൊക്കെ ചെറിയ ചെറിയ ഡ്രസ്സുകൾ ഇട്ടൊക്കെ അഭിനയിക്കുന്നതാണ്. അവരൊക്കെ മറ്റുള്ളവർ പറയും. പക്ഷേ ഇവർ പറഞ്ഞു കേട്ടോ, ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെയാണ് നേരിട്ട് കണ്ടാലും. ആ മറ്റവൻ ചോദിച്ചു കേട്ടോ, നേരിട്ട് കാണുമ്പോഴും അങ്ങനെ തന്നെയാണോ ഇരിക്കുന്നതെന്ന്. പുള്ളിക്കാരി സാരി അല്ലാത്തത് ഭാഗ്യം. സാരി ആയിരുന്നെങ്കിൽ വേണമെങ്കിൽ അവനെ കാണിച്ചു കൊടുത്തായിരുന്നേ, ഏതാണ്ട് ഇത് കണ്ടോ, നേരിട്ട് കാണുന്ന പോലെ തന്നെയാണോ അതോ ഫോട്ടോയിൽ കാണുന്ന പോലെയാണോ എന്ന് ചോദിച്ചായിരുന്നേ. ഇതൊക്കെ ഇവർ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഒരു പെണ്ണിനോട് ചോദിച്ച ചോദ്യമാണ്. ഈ വൃത്തികെട്ട ഈ സ്ത്രീയുടെ ഈ വർത്തമാനം നിർത്താതെ ഇവരെ ആരും തെരുവിളി നിർത്തുകയില്ല. ആൾക്കാരുടെ വയറൊക്കെ കാട്ടുന്ന ഷൂട്ടൊക്കെ നടക്കാറുണ്ട്. അപ്പം ഈ രേണുവിന്റെ വയറ് കാണുമ്പോഴാണ് ആൾക്കാർക്ക് കുറച്ചുകൂടി പ്രശ്നങ്ങൾ. ഫാൻസ് ഉണ്ടെന്നേ, കുശുമ്പ് കയറിയിട്ടാണ്. ഇവർക്കൊന്നും അത് കിട്ടത്തില്ലല്ലോ, അതില്ലല്ലോ, അതുകൊണ്ട് കുശുമ്പ്. അച്ചോടാ, ഇവക്ക് മാത്രമേ ഉള്ളൂ വയറ്, വേറെ പെണ്ണുങ്ങൾക്കൊന്നും വയറില്ല. എത്രയോ പെൺപിള്ളേരുണ്ട്. ഇവളൊന്നല്ലേ പറ്റുള്ളൂ, 2-3 പെറ്റിട്ട് വയറ് ശരിക്കും ഒതുങ്ങി ഇഷ്ടം പോലെ പെൺപിള്ളേരുണ്ട്. അവളോട് അസൂയാണ്. ആർക്കും ഇങ്ങനത്തെ വയറൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ടുള്ള അസൂയാണ്. ഈ ഉണക്കക്കമ്പ് വായി പല്ലില്ലാൻ മേത്തതുകൊണ്ടാണ് ഇതിന് തിന്നാൻ മേലാത്തത്. ഇതിന് വായി പല്ല് വന്നാണ്ടല്ലോ, ഇത് വലിച്ച് വാരി തിന്ന് ഈ വയറും ചാടി ദേഹം മുഴുവൻ ചാടി വരും ഇതിൻ്റെത്. ഇത് വണ്ണം വെക്കത്തെ ശരീരമായിട്ടല്ല, ഇത് ആഹാരം കഴിക്കാതെ ഇതിൻ്റെ ശരീരം ഇങ്ങനെ ആയി പോയതാണ്. ഉള്ളിലോട്ട് വല്ലതും ചെല്ലണ്ടേ? ഈ മുന്നിൽ ഇരിക്കുന്ന 4 പല്ലിട്ടും ഇങ്ങനെ നുണഞ്ഞുണഞ്ഞിരുന്ന വയറ്റിലോട്ട് വല്ലതും ചെല്ലുമോ? അതാണ് സംഭവിച്ചേക്കുന്നത്. അതിനാണ് ഇവരിപ്പോൾ ഈ ഡയലോഗ് അടിച്ചേക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞേ, ഇവരാ വെളുപ്പിച്ച് ഇവന്മാർ തന്നെ ഇവരുടെ തനി സ്വരൂപം പുറത്തു കൊണ്ടുവരും ഈ ചോദ്യം ചോദിച്ച്. അതുപോലെ തന്നെ ഇവർ എയർപോർട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഋതപ്പനെ ഇവർ ഉമ്മ കൊടുക്കുന്നുണ്ട്. എനിക്കറിയാൻ മേല ആ ഒരു വീഡിയോസ് ഉണ്ടോ എന്ന് നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഇടങ്ങട്ടെ. ഞാൻ ഒരു പ്രാവശ്യം കണ്ടായിരുന്നു. ഏതെല്ലാം വഴിക്കൂടെ ക്യാമറ വരുന്നതെന്നറിയാം, ഏതെല്ലാം വഴിക്കൂടെ. അതും ഈ ഫോൺ വന്നിച്ച് മൊത്തം കൂടെ ഇവരെ തള്ളിയാണ് അതിനകത്തോട്ട് കയറുന്നത്. ഇവർക്ക് ഒരു എതിർപ്പും ഇല്ല, ഇതിന് യാതൊരു എതിർപ്പും ഇല്ല.
ഇവരെ തള്ളി ഇവരൊക്കെ മുന്നേ അവർ കൈ കൊണ്ട് ആ ഫോൺ പിടിച്ച കൊച്ചിൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ ചേർത്തുകൊണ്ട് പോകുന്നതിന്. ഇതൊക്കെ അഭിനയമാണ്, ഇതിനൊക്കെ അഭിനയമാണ്. ആ ക്യാമറ കാണുമ്പോൾ അതിൻ്റെ മുന്നിൽ വെച്ച കൊച്ചിന് ഉമ്മ കൊടുക്കുക, അതിനോട് യാത്ര. ആ കൊച്ചാണെങ്കിൽ യാതൊരു മൈൻഡും കൊടുക്കുന്നില്ല, ഉള്ള സത്യം പറയാലോ. അത് ആ ഫോണിനകത്ത് ഇതിന് കഴിഞ്ഞ ദിവസം ഏതാ മന്ദാരച്ചേലിൻ്റെ ഇതിനകത്താന്ന് തോന്നുന്നു. എനിക്ക് 2 ഫോണുണ്ട്. ഒരു ഫോൺ ഞാൻ ഋതപ്പന് കൊടുക്കുക, ഋതപ്പ അമ്മോൻ ഇതെടുത്തോ എന്ന് അന്ന് ഒത്തിരി പേര് കമൻറ്റ് ചെയ്ത് ആ കുഞ്ഞിന് ഇപ്പോഴേ ഫോൺ കൊടുത്ത് ശീലിപ്പിക്കാതെ ആ കുഞ്ഞ് ഫോൺ അഡിക്റ്റ് ആകും എന്നും പറഞ്ഞുകൊണ്ട് ഒത്തിരി പ്രാവശ്യം പറഞ്ഞു. ഇവിടെ ഞങ്ങളുടെയൊക്കെ പിള്ളേർക്ക് ഞാൻ ഫോൺ കൊടുത്ത് തുടങ്ങിയത് ആ കൊറോണ സമയത്താണ്. അവർക്ക് ഓൺലൈൻ ക്ലാസ് തുടങ്ങിയ സമയത്താണ് അവർക്ക് ഫോൺ കൊടുത്ത് തുടങ്ങിയത്. അവർക്ക് സ്വന്തമായിട്ടൊരു ഫോണായത് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ്. അതും പുതിയ ഫോണല്ല, ഞങ്ങളുടെ ഫോണ് ഞങ്ങൾക്ക് പുതിയത് മേടിച്ചപ്പോൾ ആ ഫോൺ അവർക്കും കൊടുത്തു, അതേ ഉള്ളൂ. അവരുടെ ക്ലാസ്സും കാര്യങ്ങളും ഇപ്പോൾ ഈ യൂട്യൂബിനകത്തൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് വേണ്ടി കൊടുത്തതാണ്. അപ്പം ആ കുഞ്ഞിന് ആ ഫോൺ കൊടുത്ത ആ കുഞ്ഞ് ഗെയിമിൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് പ്രോഗ്രാം ഒക്കെ കുറഞ്ഞ് വീട്ടിൽ തന്നെ. അപ്പൊ അതിന്റെ വിഷമമാണ്. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ പ്രോഗ്രാമിനാകുമ്പോൾ അത്ര വിഷമമില്ല. ഇന്ന് കരഞ്ഞ എന്നിട്ട് ഇവരിങ്ങനെയൊന്നും അല്ലല്ലോ പറയുന്നത്. ഇവർക്ക് വീട്ടിൽ ഇരിക്കാൻ നേരമില്ല. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പ്രോഗ്രാമൊക്കെ കുറവായിരുന്നു, അതുകൊണ്ട് വീട്ടിലായിരുന്നു എന്ന് പറഞ്ഞു. ഇവരങ്ങനെ അല്ലായിരുന്നല്ലോ പറയുന്നത്. ഇവർക്ക് പ്രോഗ്രാം കൊണ്ട് ഇവർക്കങ്ങ് ബഹളമാണ്, ഇവർക്കങ്ങ് മുക്കിനങ്ങ് പ്രോഗ്രാം എന്നാണ് പറയുന്നത്. വീട്ടിൽ ഇരിക്കാനേ സമയം, ഇവർക്ക് ഉറങ്ങാൻ സമയം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ആ കൊച്ചിന് യാതൊരു സങ്കടമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാര്യം അത് അതിൻ്റേതായ ലോകത്തേക്ക് അത് മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് രേണു ഓരോ കാര്യങ്ങളും ഓരോ രീതിയിലും. ഞാൻ പറയാം, എയർപോർട്ടിൽ ഈ സമയം നിങ്ങളിപ്പോൾ ഒരു ഫോൺ നോക്കി കാണാം, ഇൻസ്റ്റയിലാണല്ലോ ഒക്കെ കയറി കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ നമുക്കൊണ്ട് തുറന്നു കഴിഞ്ഞാൽ. അതുപോലെ രേണുവിൻ്റെ ചർച്ചയും കാര്യങ്ങളും രേണു പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ലോകത്തെങ്ങും നടക്കാത്ത രീതിക്കുള്ള സംസാരവും കാര്യങ്ങളൊക്കെയാണ്. എന്നെയാണ് ഇവരിതിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾക്കും ഇതിനകത്ത് ചിലപ്പോൾ ചില വീഡിയോസൊക്കെ എടുത്ത് ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പോലും ഓർക്കാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അതിലൂടെ കമൻറ്റ് ചെയ്യാമല്ലേ. മറ്റൊരു വീഡിയോ കണ്ടന്റ് അല്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ പറയുന്ന ആ ഒരു വീഡിയോ ഇന്നലെ ഇട്ട് ഇതിനകത്താണ് അതുള്ളത്. ആ ഒരു ഇത് കണ്ടപ്പോഴത്തേക്കും ഞാൻ അത്രയും ചിന്തിച്ചില്ല കേട്ടോ. അത് കണ്ടിരുന്ന ഒരാളത് മനസ്സിലാക്കി അവരത് കമൻറ്റ് ഇട്ടു. അപ്പോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.